കൺപീലിയൊന്നും ഇല്ല. കളിയാക്കല്ലേ കുട്ടി? അത് ഒരുപാടൊന്നും ഇടണ്ട. കണ്ടോ, ഈ വക പ്രോസസ്സിന് എൻ്റെ കുക്കുമോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ്. എൻ്റെ കൊച്ചിന് നിനക്ക് ഭയങ്കര ടാലൻറ്റാണ്. ഓഫ്, വാട്ട് എ വണ്ടർഫുൾ ചോപ്പ്. ഇപ്പുറത്തെ ഹലോ, നമസ്കാരം. ദിവ്യ സ്ട്രീം ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് പതിവിലും വ്യത്യസ്തമായി എൻ്റെ കൂടെ ഒരാളും കൂടി ഇരിക്കുന്നു, നമ്മുടെ കുക്കുമോൾ, അതായത് നമ്മുടെ അനാമിക. അപ്പോൾ അവർ രണ്ടുപേരെയും കുക്കുവെന്നും കുടുവെന്നും ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറഞ്ഞ് കാണുന്നവരൊക്കെ ചോദിക്കും, കുടു അതെന്തോന്ന് പേര് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. രണ്ടുപേർക്കും യഥാർത്ഥ വേറെ പേരുണ്ട് കേട്ടോ, കുക്കു എന്നല്ലാതെ. ഇത് കുക്കു ആണെങ്കിലും ഇത് അനാമികയാണ് സ്കൂളിൽ, മറ്റത് കുടുവാണെങ്കിലും അത് അമൃതാണ്. അതെ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നൈക്ക പ്രോഡക്ട്സ് റിവ്യൂ ആണ്. അപ്പം നൈക്ക നമ്മളങ്ങനെ നൈക്കയിൽ നിന്ന് സാധനം അധികം ഇങ്ങനെ വാങ്ങാറില്ലായിരുന്നു. ഞാൻ കൂടുതലും വാങ്ങുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നുമാണ്. പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് കൂടുതലായി ഞാനിങ്ങനെ വാങ്ങാറില്ല. ഞാൻ അത്യാവശ്യം എന്തെങ്കിലും മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കൊച്ചിന് ഭയങ്കര ആഗ്രഹം, അവൾക്കൊരു സാധനം എന്തോ ആയിരുന്നടി അത്, ഡിയർ ഡാർലിംഗ് വാട്ടർ ടിന്റ്. ഡിയർ ഡാർലിംഗ് വാട്ടർ ടിന്റ് എന്തെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് അതെന്താണെന്ന്. ഈ കൊച്ചെന്നും എൻ്റെ അടുത്ത് പറയാം, അമ്മ എനിക്കിട്ട് ഇത് വാങ്ങിച്ചു തരൂ പ്ലീസ് പ്ലീസ്. അങ്ങനെ കുറേ നാളത്തെ കെഞ്ചലും എന്താണ് സോപ്പിടലും ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അവസാനം ഞാൻ വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കാം എന്നിങ്ങനെ വിചാരിച്ചാണ് അങ്ങനെ നൈക്ക ആപ്പിൽ ഡൗൺലോഡ് ചെയ്തതിൻ്റെ. സത്യം പറഞ്ഞാൽ നൈക്ക ആപ്പ് പോലും ഇല്ലായിരുന്നു. ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും അധികം വാങ്ങുന്ന ആളല്ല. എന്നെ കണ്ടാൽ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കുമെന്ന് പറയും. എൻ്റെ വീട്ടിൽ ഒരു ഫൗണ്ടേഷൻ 2 ലിപ്സ്റ്റിക് ഇതൊക്കെയാണ് ഉള്ളത്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആപ്പ് ഡൗൺലോഡ്, അങ്ങനെ അവളുടെ എന്താണ് ലിപ് ടിൻ്റ് അല്ല എന്തോ ഒരു ടിൻ്റ്, ലിപ്പ് ടിൻ്റ് അല്ല, അതെല്ലാം ബ്ലഷായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിൻ്റ്. പിന്നെ അപ്പോൾ അതിതാണ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോളെ, ഇതാണ് എന്താണ് എൻ്റെ പേര്, ഡിയർ ഡാർലിംഗ് വാട്ടർ ടിൻ്റ്. ഇതാണ് ആ ഒരു സംഭവം. ഇത് മോള് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു സാധനം നമ്മൾ നൈക്കയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നായിട്ട് ഓർഡർ ചെയ്യാൻ പാടില്ല ഗൈസ്. അത് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ കഥയാണ്. അങ്ങനെ ഞാൻ വീണ്ടും തപ്പി പിടിച്ച് കണ്ടുപിടിച്ചാണ് എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, മെബിലിൻ്റെ വിനയിലിൻ്റെ ഈ ഒരു ലിപ്പി ഷെയ്ഡ്. ഇത് ഇപ്പോഴൊന്നും ഇറങ്ങിയതല്ല, ഇത് ഒരുപാട് വർഷം മുമ്പേ ഒരുപാട് വർഷമല്ല, കഴിഞ്ഞ വർഷം കൂടെ ഇറങ്ങിയതാണ്. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴത്തേക്കും അവിടെ ഏതായിരുന്നു ഷീൻ്റെ ആപ്പായിരുന്നു. ഷീനിലൊക്കെ ഒരുപാട് തപ്പിയതാണ്, പക്ഷേ എനിക്ക് ലിപ്പി ഷെയ്ഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിന് നോക്കിയപ്പോൾ ലിപ്പി ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോകെ കാണാം, ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു വളരെ എന്താണ് ഇതിലൊന്നും ഇല്ലാതെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മോള് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. എന്താണിത്, ഐലാഷ് കളർ. അപ്പോൾ അതും കൂടെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. ഞാൻ ഇന്നേ വരെ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. ഈ കൊച്ചിൻ്റെ ഒരു ഒറ്റ നിർബന്ധത്തിൽ മാത്രം വഴങ്ങി മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് അതും നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ നമ്മളെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിയർ ഡാർലിങ്ങിൻ്റെ ടിൻ്റ് തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചുണ്ടിൽ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ലിപ്സ്റ്റിക്കാണെന്ന് വെച്ചാൽ നമ്മളെ ഈ മെബിലിൻ്റെ വിനയിൽ ലിപ്പി ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ ടിൻ്റ് കുക്കുവിൻ്റെ ചുണ്ടിൽ ഞാൻ ഇട്ട് പരീക്ഷിക്കുന്നതായിരിക്കും. പിന്നെ കുക്കു എനിക്ക് ബ്ലഷ് ആയിട്ട് ഈ ടിൻ്റ് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കെങ്ങനെ ആ ഒരു പ്രോസസ്സിലോട്ട് പോവാം. അവളിതിന് മുന്നേ ആദ്യമേ കുറച്ച് ടിൻ്റൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചിരിക്കുന്നത്. അതാണ് ചുണ്ടിൽ ഇത്രയും തിളക്കം. അപ്പോൾ ഗൈസ്, ഈ ഒരു ടിൻ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇട്ടേക്കുന്ന ചുണ്ടിൽ എന്തെങ്കിലും ഇട്ടേക്കുന്നതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അത്ര നമ്മളെ സ്കിന്നിനോട് ചേർന്ന് ആ ഒരു കളറായിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ നല്ല മണം കേട്ടാണ്, ചെറിയുടെ മണം, ചെറിയ. അപ്പോൾ എനിക്ക് ഇനി അടുത്ത് നമുക്ക് ബ്ലഷ് എങ്ങനെ ഇതുകൊണ്ടിടാം. ഞാൻ ബ്ലഷ് ഒന്നും ഇടുന്ന ആളൊന്നും അല്ല. പിന്നെ എൻ്റെ കൊച്ചെനിക്ക് ഇട്ട് തരും. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ അവൾ എന്നിൽ പരീക്ഷിച്ചായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കാം, അവൾ എന്നെ ചളമാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി കൂടെ അടുത്തോണ്ട് അത് ഒരുപാടൊന്നും ഇവിടെ എന്താ. എൻ്റെ കവളിന്ന് പൊട്ടിപ്പൊളിയുന്നു, ചോര പൊട്ടിപ്പൊളിയുന്ന പോലെ. കണ്ടോ, ഈ വക പ്രോസസ്സിൽ എൻ്റെ കുക്കുമോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ കൊച്ചിന് എനിക്ക് ഭയങ്കര ടാലൻറ്റാണ്. നോക്കട്ടെ. ഓഫ്, വാട്ട് എ വണ്ടർഫുൾ ചോപ്പ്. ഇപ്പുറത്തെ സൈഡ് വിട്ടിട്ട്
കാരണം ഒരു നാച്ചുറൽ ലുക്കാണ് ഗൈസ്. നമ്മുടെ ബ്ലഷൊന്നും ഇട്ടെങ്കിലും ആരും അറിയത്തില്ല കേട്ടോ. മൂക്കൊത്തോ വീർത്തിരിക്കുന്നു. കൊച്ചു പാവം മൂക്കിലിടാ ഒരിക്കുന്നു. ഇതിലത്തെ കളർ കൂടിപ്പോയോ ഇപ്പുറ സൈഡ്? എവിടെ? ഓക്കെ അല്ലേ? ബ്യൂട്ടിഫുൾ ഫേസ്. കിട്ടിലായിട്ടില്ലേ ഗൈസ്? അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു എന്താണ് ഡിയർ ഡാർലിംഗ് ടിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് ബ്ലഷ് ഇട്ടേക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നും. നമ്മുടെ കവൾ ഇങ്ങനെ ചുമന്ന് തൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നാച്ചുറൽ ലുക്കാണെന്ന് നമുക്ക് തോന്നും. അല്ലാതെ നമ്മൾ വേറെ ബ്ലഷ് അല്ലാതെ വാങ്ങിച്ചിടുകയാണെങ്കിൽ നമുക്കത് മുഖത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലഷ് ഇട്ടേക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു സംഭവം വളരെ നാച്ചുറൽ ലുക്കാണ്. കാരണം എൻ്റെ കുക്കൂൻ്റെ നോക്കുമ്പോൾ ചുണ്ടൊക്കെ കണ്ടാൽ നല്ല അടിപൊളി സാധനം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൈസ വേസ്റ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. നമ്മൾ ചെയ്യാൻ പോണ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐലാഷ് കളറാണ്. ഇത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് ഒക്കെ നോക്കിയ സാധനമാണ്. സാധാരണ എൻ്റെ കവറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് എന്തായാലും ഞാൻ നയിക്കുന്ന സാധനം കളിയാക്കിക്കൊണ്ട് പോകുന്നതാണ് ഗൈസ് നമ്മളെ കണ്ടുണ്ട്. അത് നമ്മളെ മറ്റേ കൊച്ചു കുടുംബനാണ്. നമ്മൾ കണ്ടവിടെ വീഡിയോ എടുക്കുന്ന കണ്ടാണ് നമ്മൾ കളിയായിക്കൊണ്ട് പോകണ കൊച്ചു. അപ്പം ഞാൻ എന്താണ് പറയാൻ വന്നത്, അതെ ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചപ്പം നൈക്കയിൽ ഞാൻ സാധനം ഓർഡർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താണ് അൺപാക്ക് ഒക്കെ ചെയ്യൂലേ, അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കുട്ടി സമ്മതിക്കൂല. ഇതിലൊന്നും പാക്കിംഗ് ഒന്നും ഇല്ല. ഇതെല്ലാം ഇതാ ഇങ്ങനെ തന്നെ വന്നത്. പക്ഷെ എങ്കിലും അതൊരു ബോക്സിനകത്തല്ലേ അവർ കൊണ്ടുവന്ന. ഇവിടെ അതിനൊന്നും സമ്മതിക്കില്ല കേസ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം അവർ എന്നെ അൺബോക്സ് ചെയ്ത് ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. ഇതാണ് സംഭവം കണ്ട. ഇതാണ് ഐലാഷ് കളറ്. ഞാൻ ഇതേവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. സംഭവം ഞാൻ അങ്ങനെ ഇത് കൊച്ചു പറഞ്ഞോണ്ട് ഞാനിത് വാങ്ങിച്ച് ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കിത് ഇത്ര വർക്കിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. മസ്കാര ഇട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ നോക്കട്ടെ. കളിയാക്കല്ലേ കുട്ടി. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒത്തിരി നേരം പിടിച്ചേക്കണം ഗൈസ്, ടൈറ്റായിട്ട് പിടിച്ചേക്കണം. അപ്പം എന്തോ ഐലാഷ് അങ്ങ് കേളായി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ചെറുതായിട്ട് എന്തൊക്കെയോ ഇപ്പുറത്തെ കാണൂടാ. ഇതുപോലെ രണ്ട് കണ്ണും ഇങ്ങനെ ചെയ്യുക. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, ഇതിന് പ്രത്യേകതയൊന്നുമില്ല. ഇത് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ കാരണം എന്ന് വെച്ചാൽ കുക്കു അവൾക്ക് കൺപീലി ഉണ്ട് ഗൈസ്, എന്നെപ്പോലെ അല്ല കുറച്ച് നീണ്ടു നിവർന്ന് കിടക്കണം. എനിക്കാണെങ്കിൽ അതില്ല. കൺപീലി ഉള്ളവർ ആണെങ്കിൽ കൊള്ളാം. പിന്നെ അതുപോലെ നമ്മൾ ഈ അഡീഷണൽ ഫോൾസ് ഐലാഷൊക്കെ വെക്കുന്നവർക്കാണെങ്കിലും അത് നല്ല ഷേപ്പായിട്ട് കേൾ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു സംഭവം കൊള്ളാം. പക്ഷേ എനിക്ക് ഇത് വാങ്ങിച്ചതിൽ ഉപയോഗം ഉള്ളതായിട്ട് തോന്നുന്നില്ല. വേസ്റ്റ് ഓഫ് മണി. ഓക്കെ, അതെ. ഇനി അടുത്ത പറയാനുള്ള നമ്മുടെ ഈ വിനയിലെ ലിപ്സ്റ്റിക്ക്. ഇത് ഭയങ്കര സൂപ്പർ സ്റ്റേ ആണ്. ഞാൻ ഇട്ടേക്കുന്ന അതാണ്. കണ്ടോ, ഇത് രാവിലെ ഇട്ടാൽ ഞാൻ രാവിലെ ഇട്ട് സ്കൂളിൽ പോകും. പക്ഷെ വൈകുന്നേരം വരുന്ന പോലെ ആ ഒരു കളർ അവിടെ നിൽക്കും കേട്ടോ. വൈകുന്നേരം വന്ന് ഞാൻ കുളിച്ച് കഴിഞ്ഞാലും പോകില്ല. പിന്നെ ഞാൻ മേക്കപ്പ് റിമൂവറൊക്കെ വെച്ച് നല്ലോണം തേച്ച് മാത്രമേ പോകത്തുള്ളൂ. അത്ര സൂപ്പർ നമുക്കില്ല. നമ്മളിത്തിരി ബ്യൂട്ടി റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് പറയാമോ, ഇവളെന്നെ കളിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിനയിലെ ലിപ്സ്റ്റിക്ക് നമുക്ക് കുക്കുവിൻ്റെ ചുണ്ടിൽ തന്നെ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ബിക്കോസ് ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇട്ടത്. കാരണം വെച്ചാൽ എൻ്റെ ചുണ്ട് എനിക്ക് വീഡിയോയിൽ ലിപ്സ്റ്റിക്ക് ഇടാതെ കാണിക്കാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് മൈ ലിപ്പ് ഒത്തിരി ബ്ലാക്കിഷ് ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുക്കുമോള് ആണ് കളർ കുറവാണ് കുട്ടി. നീ എന്നെ കളിയാക്കാതെ. ഓക്കെ, നീ ഇട്ടു, നീ തന്നെ ഇട്ടോ. നല്ല കളറാണ്. വെളുത്ത സ്കിന്നുള്ളവർക്കും ബ്രൗൺ സ്കിന്നുള്ളവർക്കും ഒരുപോലെ കൊള്ളാവും. നമ്മൾ രണ്ടുപേരും അങ്ങനെ സുന്ദരികളായിരിക്കുകയാണ് ഗൈസ്.
അപ്പം എനിക്ക് വേറെ പറയാനുള്ളത് നമ്മൾ ഈ ഒരു ടിൻറ്റ് എന്നുള്ളത് അതും ഇതേപോലെ എൻ്റെ ലിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് കളറിഷ് ആയിട്ടുള്ളതാണ്. അത് ബ്രൗണിഷ് ബ്ലാക്ക് കളറിഷ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ലിപ്പുള്ളവർക്ക് ഇതിട്ടാൽ ചിലപ്പോൾ ആ ഒരു പിങ്കിഷ് കളർ അറിയണമെന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല കളറുള്ള ചുണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ടാൽ നല്ലപോലെ എടുത്ത് കാണിക്കും. ഐ മീൻ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നതെന്ന് ആരും അറിയത്തുമില്ല. പിന്നെ ലോങ് ലാസ്റ്റിങ്ങുമാണ്, ഒരുപാട് നേരം അതുപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി റിവ്യൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഞാൻ വീഡിയോ വെച്ചിട്ട് പോണതിന് മുന്നേ എൻ്റെ മോണിറ്റൈസേഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് അതിൽ കമൻറ്റ് ഇട്ടിരുന്നു. ഒരുപാട് സന്തോഷം. അതിൽ ഞാൻ പറഞ്ഞതെല്ലാം നഗ്നമായ സത്യങ്ങളാണ്, കള്ളങ്ങളൊന്നും അതിന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് റിവ്യൂ എന്താണ്, മോണിറ്റൈസേഷൻ ആയോ എന്നുള്ളത്. മോണിറ്റൈസേഷൻ ഇതുവരെയ്ക്കും ആയിട്ടില്ല, കുറച്ചും കൂടെ ഉള്ളൂ, ഉടനെ തന്നെ ആവും. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ. കൂടാനും കൂടാ. Bye.